Good morning students. Today we are going to study Standard 8 Biology with the remaining part of Chapter 1 Crop Production and Management. Okay. So, in the previous class we have already discussed about what is crop and what are the different types of crops. Okay. What are crops? Crops are plants of the same kind that are cultivated at one place on a large scale are called crops. Okay. What are the different types of crops? Kharif crops based on the season. The crops are classified into two. Kharif crops and Rabi crops. Okay. Are you remember that? എല്ലാവരും നന്നായിട്ട് വീഡിയോ കാണുകയും പഠിക്കുകയും ചെയ്യുക. Okay. Why paddy cannot be grown in winter season? അതായത് എന്തുകൊണ്ടാണ് വിന്റർ സീസണിൽ പാടി അല്ലെങ്കിൽ നെൽച്ചെടികൾ വളരാത്തത്? എന്തുകൊണ്ടാണ്? പാടി requires a lot of water. Therefore it is grown only in rainy season. അതായത് നമുക്കറിയാം പാടിക്ക് ഒരുപാട് വെള്ളം വേണം അല്ലേ? നെൽകൃഷിക്ക് ഒരുപാട് എന്താണ് വെള്ളം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ therefore it is grown only in the rainy season. അതുകൊണ്ടാണ് ഇത് റെയിനി സീസണിൽ ധാരാളമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ. കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് ഇൻവോൾവ്സ് several activities undertaken by farmers. അതായത് ക്രോപ്സ് കൾട്ടിവേഷന് ഫാർമേഴ്സ് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. These activities or tasks are referred to as agricultural practices. Okay. ഈ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിന് മുൻപേ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രിപ്പറേഷൻ ഓഫ് സോയിൽ അല്ലേ? മണ്ണ് നന്നാക്കുക അല്ലെങ്കിൽ ആ സ്ഥലം ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കുക. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക്. ഓക്കെ. സോ agricultural practices. The main steps of agricultural practices are preparation of soil. First step is preparation of soil. Okay. And the second step is sowing. Okay. Third step is adding manure and fertilizers. And fourth step is irrigation. Fifth step is protecting from weeds. And sixth step is harvesting. And the last step or seventh step is storage. These are the 7 steps in agricultural practices. Once again, first step is preparation of soil. എന്ന് പറഞ്ഞാൽ എന്താണ്? സോയിലിനെ പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ മണ്ണിനെ ഒന്ന് ശരിപ്പെടുത്തി അല്ലെങ്കിൽ കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ ശരിയാക്കി എടുക്കുക. അതിനാണ് പ്രിപ്പറേഷൻ ഓഫ് സോയിൽ. സെക്കൻഡ് വൺ ഈസ് സോവിങ്. സോവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് വിതയ്ക്കുക. തേർഡ് സ്റ്റെപ്പ് ഈസ് ആഡിങ് മാനുവർ ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. അതായത് സമയാസമയത്ത് ആവശ്യമായിട്ടുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അതാണ് ആഡിങ് മാനുവർ ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇറിഗേഷൻ. അതായത് വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഇറിഗേഷൻ. ആവശ്യത്തിന് വെള്ളം കൊടുക്കണം. ഓക്കെ. അതുപോലെ ഫിഫ്ത്ത് സ്റ്റെപ്പ് ഈസ് പ്രൊട്ടക്റ്റിംഗ് ഫ്രം വീഡ്സ്. പ്രൊട്ടക്റ്റിംഗ് ഫ്രം വീഡ്സ്. വീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? weeds are unwanted plants growing along with the crops. അതായത് ഈ ക്രോപ്സിന്റെ കൂടെ വളരുന്ന അൺവാണ്ടഡ് പ്ലാന്റ്സിനെ നമ്മൾ കളകൾ എന്ന് പറയും മലയാളത്തിൽ. അതിനാണ് വീഡ്സ് എന്ന് പറയുന്നത്. പ്രൊട്ടക്റ്റിംഗ് ഫ്രം വീഡ്സ്. അതായത് കളകളെയൊക്കെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ വീഡ്സിനെ റിമൂവ് ചെയ്യുക. അതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പ്. ആൻഡ് ദ സിക്സ്ത് സ്റ്റെപ്പ് ഈസ് ഹാർവെസ്റ്റിംഗ്. ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നന്നായിട്ട് പാകമായ വിളവെടുപ്പ് എന്ന് പറയും. നന്നായിട്ട് പാകമായ ക്രോപ്സിനെയൊക്കെ നമ്മൾ വിളവെടുക്കുന്നതിനാണ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് സ്റ്റോറേജ്. സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ക്രോപ്സിനെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ. ടുഡേസ് ടോപ്പിക്സ് ആർ പ്രിപ്പറേഷൻ ഓഫ് സോയിൽ ആൻഡ് സോയിങ്. ഇന്ന് നമ്മൾ ഈ അഗ്രികൾച്ചറൽ പ്രാക്ടീസിലെ 2 സ്റ്റെപ്സ് ആണ് പഠിക്കുന്നത്.
First step is preparation of soil and the second step is sowing. Okay, ബാക്കിയുള്ള steps നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. Okay, first is preparation of soil. Preparation of soil is the first step before growing a crop. അതായത് ഒരു ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് മുൻപുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് സോയിൽ എന്ന് പറയുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഇൻ അഗ്രികൾച്ചർ ഈസ് ടു ടേൺ ദ സോയിൽ ആൻഡ് ലൂസൺ ഇറ്റ്. അതായത് അഗ്രികൾച്ചറൽ പ്രാക്ടീസിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് എന്താണ് സോയിലിനെ ഒന്ന് ലൂസൺ ചെയ്യുക, അല്ലെങ്കിൽ മണ്ണിനെ നന്നായിട്ട് ഒന്ന് കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കുക. ഓക്കെ, ലൂസൺ ചെയ്യുക. ദിസ് അലോസ് ദ റൂട്ട്സ് ടു പെനിട്രേറ്റ് ഡീപ്പ് ഇൻ ദ സോയിൽ. ദ ലൂസ് സോയിൽ അലോസ് ദ റൂട്ട്സ് ടു ബ്രീത്ത് ഈസിലി ഈവൻ വെൻ ദേ ഗോ ഡീപ്പ് ഇൻ ടു ദ സോയിൽ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോയിലിനെ ലൂസൺ ചെയ്യുന്നത്? ബിക്കോസ് ദിസ് അലോസ് ദ റൂട്ട്സ് ടു പെനിട്രേറ്റ് ഡീപ്പ് ഇൻ ടു ദ സോയിൽ. അതായത് ഈ ക്രോപ്സിൻ്റെയൊക്കെ റൂട്ട്സിന് നല്ല മണ്ണിനടിയിലേക്ക് ആഴ്ന്നിറങ്ങാൻ വേണ്ടിയിട്ട്, ടു പെനിട്രേറ്റ് ഡീപ്പ് ഇൻ ടു ദ സോയിൽ, ആൻഡ് ദ ലൂസ് സോയിൽ അലോസ് ദ റൂട്ട്സ് ടു ബ്രീത്ത് ഈസിലി. അതായത് ഈ മണ്ണിന് അടിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ റൂട്ട്സിന് നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ക്രോപ്സിന് നന്നായിട്ട് വളരാൻ പറ്റും. ദ ലൂസൻഡ് സോയിൽ ഹെൽപ്സ് ഇൻ ദ ഗ്രോത്ത് ഓഫ് എർത്ത് വർംസ് ആൻഡ് മൈക്രോബ്സ് പ്രസൻറ്റ് ഇൻ ദ സോയിൽ. ദീസ് ഓർഗാനിസംസ് ആർ ഫ്രണ്ട്സ് ഓഫ് ദ ഫാർമേഴ്സ്. അതായത് ലൂസൻഡ് സോയിൽ എന്തിന് സഹായിക്കുന്നു? എർത്ത് വർംസിനെയും മൈക്രോബ്സിനെയൊക്കെ വളരാനായിട്ട് സഹായിക്കുന്നു. ദീസ് ഓർഗാനിസംസ് ആർ ദ ഫ്രണ്ട്സ് ഓഫ് ഫാർമേഴ്സ്. ഫാർമേഴ്സിൻ്റെ ഫ്രണ്ട്സാണ് ഈ എർത്ത് വർംസും അതുപോലെ തന്നെ ഈ മൈക്രോബ്സും ഒക്കെ. ഓക്കെ, they are the friends of farmers since they turn and loosen the soil and add humus to it. Okay, you have learned in the previous classes that soil contains minerals, water, air and some living organisms. In addition, dead plants and animals get decomposed by soil organisms. അതായത് ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ് നമ്മൾ ഈ ഡെഡ് പ്ലാന്റ്സിനെ ആനിമൽസിനെയൊക്കെ ഡീകമ്പോസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഓക്കെ, in this way various nutrients in the dead organisms are released back into the soil. The nutrients are again absorbed by plants. അതായത് ഈ ഡീകമ്പോസ് ചെയ്തതിന് ശേഷം ലഭിക്കുന്ന ന്യൂട്രിയൻസ് ആണ് ഈ പ്ലാന്റ്സ് അവയുടെ വളർച്ചയ്ക്ക് വേണ്ടി അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, ദ പ്രോസസ് ഓഫ് ലൂസണിങ് ആൻഡ് ടേണിങ് ഓഫ് ദ സോയിൽ ഈസ് കോൾഡ് ടില്ലിംഗ് ഓർ പ്ലോയിങ്. വാട്ട് ഈസ് പ്ലോയിങ് ഓർ ടില്ലിംഗ്? The process of loosening and turning of the soil is called plowing. This is done by using a plow. അതായത് സോയിലിനെ ലൂസൺ ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ടില്ലിംഗ് ഓർ പ്ലോയിങ്. ഓക്കെ, ടില്ലിംഗ് ഓർ പ്ലോയിങ്. Okay, the process of loosening or turning of the soil is called tilling or plowing. Okay, this is done by using plow. അതായത് ഒരു പ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? കലപ്പ. ഇത് ഉപയോഗിച്ചാണ് ഇത് നടത്തുന്നത്. Plows are made of wood or iron. Okay, okay, can you see this? Agricultural implements. Before sowing the seeds, it is necessary to break soil clumps to get better yield. This is done with the help of various tools. The main tools used for the purpose are plow, hoe and cultivator. Can you see the picture? This is the picture of plow.
അതായത് നമ്മൾ സോയിൽ ലൂസൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസാണ് പ്ലോ, ഹോയ് ആൻഡ് കൾട്ടിവേറ്റർ. ഓക്കെ, plow. Plow, this is being used since ancient times for tilling the soil, adding fertilizers to the crops, removing the weeds and turning the soil. Plow എന്ന് പറഞ്ഞാൽ എന്താണ്? കലപ്പ. നമ്മൾ ഏൻഷ്യൻ ടൈംസിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ടില്ലിങ് ദ സോയിൽ, ആഡിങ് ഫെർട്ടിലൈസർ ടു ദ ക്രോപ്സ്, റിമൂവിങ് ദ വീഡ്സ്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ദിസ് ഈസ് മെയ്ഡ് ഓഫ് വുഡ് ആൻഡ് ഈസ് ഡ്രോൺ ബൈ എ പെയർ ഓഫ് ബുൾസ്. ഓക്കെ, അതായത് ഇത് ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഒരു പെയർ ഓഫ് ബുൾസ് വേണമായിരുന്നു. ഓക്കെ, അതർ ആനിമൽസ്, ഹോഴ്സ് ആൻഡ് ക്യാമൽസ് ആർ ഓൾസോ യൂസ്ഡ് ഫോർ പ്ലോയിങ്. ഓക്കെ, അതായത് ബുൾസ് മാത്രമല്ല ഹോഴ്സും ക്യാമൽസും ഒക്കെ ഈ പ്ലോ ആയിട്ട് അല്ലെങ്കിൽ പ്ലോയിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ആനിമൽസാണ്. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻസ് എ സ്ട്രോങ് ട്രയാങ്കുലർ അയൺ സ്ട്രിപ്പ്. ഓക്കെ, ക്യാൻ യു സീ ദിസ്? ദിസ് ഈസ് ദ ലോങ് ട്രയാങ്കുലർ അയൺ സ്ട്രിപ്പ് called plowshare. Okay, can you see this? This is plowshare. Okay, the main part of the plow is a long log of wood. Can you see this? Which is called a plow shaft. There is a handle at one end on the shaft. The other end is attached to a beam. Okay, അതായത് ഇതിൻ്റെ എൻഡ് ഒരു ബീമുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. Can you see this? This is the beam which is placed on the bull's neck. അതായത് ഈ രണ്ട് ബീമിൻ്റെ എൻഡ് ഈ ബുൾസിൻ്റെ നെക്കിലായിരിക്കും വെക്കുന്നത്. ഓക്കെ, വൺ പെയർ ഓഫ് ബുൾസ് ആൻഡ് എ മാൻ ക്യാൻ ഈസിലി ഓപ്പറേറ്റ് ദ പ്ലോ. ഓക്കെ, ദിസ് ഈസ് ദ പിക്ചർ ഓഫ് പ്ലോ. Okay, so these are all today's topic. You study well. We will meet in the next class. Thank you.